അന്നേരം നമ്മുടെ BCD ടു 7 സെഗ്മെൻറ്റ്, BCD എന്ന് പറയുമ്പോൾ 4 ബിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്, 0, 1, 2, 3 വരെ അല്ലേ. അപ്പോൾ അതിനകത്ത് നമുക്ക് 0 to 9 വരെ അല്ലേ BCD 7 സെഗ്മെൻറ്റിനകത്ത് വർക്ക് ചെയ്യുന്നത്. 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5, 6, 7, 8, 9. ഇനി 10 ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് BCDയുടെ രണ്ട് LED സെഗ്മെൻറ്റ്സ് വേണം അല്ലേ. ഒന്ന് ഡിസ്പ്ലേ ചെയ്യിക്കാനും ഒന്ന് 0 ഡിസ്പ്ലേ ചെയ്യിക്കാനും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഒരു സിംഗിൾ BCD 7 സെഗ്മെൻറ്റ് ഡീകോഡർ കൊണ്ടിട്ട് നമുക്ക് 0 to 9 വരെയുള്ളതേ ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ A0, A1, A2, A3 എന്ന് പറയുന്നത് ഇൻപുട്ട്സ് ആണ്. ABCDEFG എന്ന് പറയുന്നതാണ് ഔട്ട്പുട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ കറസ്പോണ്ടിങ് നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് 0 നമ്മുടെ 2 ആണെങ്കിൽ 2 എന്ന് പറയുന്നത് ഡിസ്പ്ലേ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ 0, 0, 1, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ഡിസ്പ്ലേ ചെയ്യിക്കണം? നമ്മുടെ കറസ്പോണ്ടിങ് A ഡിസ്പ്ലേ ചെയ്യിക്കണം അല്ലേ, A ഡിസ്പ്ലേ ചെയ്യിക്കണം. ദെൻ B വേണം, ദെൻ നമ്മുടെ ആ മിഡിലുള്ള G വേണം, പിന്നീട് E വേണം അല്ലേ, D വേണം. അപ്പോൾ ഇത് നമുക്ക് Fഉം Cയും ഒഴിച്ചുള്ളതെല്ലാം ഡിസ്പ്ലേ ചെയ്യിക്കണം. അപ്പോൾ അത്രയും കാര്യങ്ങളായിരിക്കും അത് കറസ്പോണ്ടിങ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ അതാണ് BCD ടു 7 സെഗ്മെൻറ്റ് ഡീകോഡർ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എൻകോഡർ. എൻകോഡർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീകോഡറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആക്ഷൻ ചെയ്യുന്നതാണ് എൻകോഡേഴ്സ്. നമ്മൾ നേരത്തെ മൾട്ടിപ്ലക്സറും ഡീമൾട്ടിപ്ലക്സറും എന്ന് പറയുന്ന ഒന്നിൻ്റെ റിവേഴ്സ് ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ ഡീകോഡറിൻ്റെ റിവേഴ്സ് ഓപ്പറേഷൻ ആയിരിക്കും N ചെയ്യുന്നത്. ഡീകോഡർ എന്താ ചെയ്യുന്നത്? N ഇൻപുട്ട്സ് ഉണ്ടെങ്കിൽ 2n ഔട്ട്പുട്ട്സ് ഉണ്ടാക്കും. അപ്പോൾ എൻകോഡർ എന്തായിരിക്കും? 2n ഇൻപുട്ട്സ് ഉണ്ടെങ്കിൽ N ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരിക. അതാണ് എൻകോഡർ ചെയ്യുന്നത്, റിവേഴ്സ് ഓപ്പറേഷൻ ഓഫ് ഡീകോഡേഴ്സ്. N ഔട്ട്പുട്ട് ലൈൻസ് ഉണ്ടായിരിക്കും. എത്ര ഇൻപുട്ട്സ് ലൈൻ ഉണ്ടായിരിക്കും? 2n ഇൻപുട്ട് ലൈൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത ആ ടേബിളില്ലേ അത് തിരിച്ചു വരും. നേരത്തെ നമ്മൾ XYZ ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ട് D0, D1, D2, D3 ആണ് ചെയ്തത്. ഇപ്പോൾ എന്താണ്? ഇൻപുട്ട് D0, D1, D2, D3, D4 അങ്ങനെ വരും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? XYZ. ഓക്കെ, അപ്പോൾ എക്സിന് വൈക്ക് ഇസഡിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്വേഷൻ എഴുതുന്നത്. അപ്പോൾ എക്സിൻ്റെ ഇക്വേഷൻ നോക്കുക. എക്സ് എന്ന് പറയുന്ന കോളം മാത്രം നോക്കുക. എക്സ് എന്ന് പറയുന്ന കോളം നമുക്ക് കറസ്പോണ്ടിങ് ഏതൊക്കെ സമയത്താണ് 1 ആവുന്നത്? ഏതൊക്കെ 1 ആവുമ്പോൾ എക്സ് 1 ആവുന്നുണ്ട്? D4 1 ആവുമ്പോൾ പറ്റുന്നുണ്ട്, D5 ഉണ്ട്, D6 ഉണ്ട്, D7 ഉണ്ട്. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് പറയാം D4 പ്ലസ് D5 പ്ലസ് D6 പ്ലസ് D7. ഓക്കെ, ഇത് നാലും 1 ആവുമ്പോഴത്തേക്കാണ് എക്സ് 1 ആവുന്നത്. എല്ലാം പ്ലസ് അല്ലേ, അപ്പോൾ അത് ഓർ ഗേറ്റിലാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അടുത്തത് നമ്മൾ വൈയുടെ കോളം മാത്രം നോക്കുകയാണെങ്കിൽ Y 1 ആവുന്ന കണ്ടീഷൻസ് എന്ന് പറയുന്നത് D2 ഉണ്ട് അല്ലേ, D2 ഉണ്ട്. ദെൻ Y 1 ആവുന്നത് D3 ഉണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് D6, D7 അല്ലേ, D2, D3 പ്ലസ് D6 പ്ലസ് D7. അപ്പോൾ ഇതെല്ലാം ഓർ ആയതുകൊണ്ട് ഓർ ഗേറ്റ് വഴിയായിരിക്കും കണക്ട് ചെയ്യുന്നത്. അത് ഇസഡ് നോക്കുകയാണെങ്കിലോ, ഇസഡിൻ്റെ കോളം നോക്കുകയാണെങ്കിൽ ഏതൊക്കെ സമയത്തുണ്ട്? D1ൻ്റെ സമയത്തുണ്ട്, ദെൻ D3 ഉണ്ട്, ദെൻ D5 ഉണ്ട്, D7 ഉണ്ട്. D1 പ്ലസ് D3 പ്ലസ് D5 പ്ലസ് D7 ഇതെല്ലാം കൂടി ഒരു ഓർ ഗേറ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇസഡ് ആയി. ഓക്കെ, അതാണ് എൻകോഡേഴ്സ്. ഇൻപുട്ട്സ് എന്ന് പറയുന്നത് മിൻ ടേംസ്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അതിൻ്റെ ഓർ ഫങ്ഷൻസും ആയിരിക്കും. ഇത് നമ്മുടെ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട്സ് അതേപോലെ എഴുതിയേക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പോൾ A0 എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A0 1 ആവുന്ന ആ ഒരു സംഭവം മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഈ സർക്യൂട്ടിനകത്ത് ഇസഡ് പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഇതിനകത്ത് A0ക്കകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ D1, D3, D5, D7 ആണ് A0 1 ആവുന്ന കണ്ടീഷൻസ്. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ ചെയ്ത A0ക്കും A1നും A2നും ഇക്വേഷൻ എഴുതി. നമ്മൾ നേരത്തെ എക്സിന് വൈക്ക് ഇസഡിന് ഇക്വേഷൻ എഴുതി. ആ സെയിം ഇക്വേഷൻ തന്നെയാണ്
A0ക്കും A1നും A2നും വരുന്നത്. ഇവിടെ ആ വാല്യൂ പേര് മാത്രമേ മാറിയുള്ളൂ. ഇവിടെ A2 A1 A0 എന്ന് എഴുതിയിരുന്നത് നേരത്തെ നമ്മൾ എന്താ എഴുതിയത് XYZ എന്ന് എഴുതി. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇക്വേഷൻസ് സെയിം തന്നെയാണ്. നെക്സ്റ്റ് പ്രയോറിറ്റി എൻകോഡർ. പ്രയോറിറ്റി എൻകോഡർ എന്ന് പറഞ്ഞാൽ എന്താ പ്രയോറിറ്റി എൻകോഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയോറിറ്റി കൊടുക്കുക. ഇപ്പോൾ ആദ്യം ആര് ആണ് വർക്ക് ചെയ്യേണ്ടുന്നത് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓരോരുത്തർക്ക് അല്ലെങ്കിൽ ഓരോ ജോലി ചെയ്യുന്നതിന് ഓരോ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്തിട്ട് വേണം അടുത്ത ജോലി ചെയ്യാൻ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടുന്നത് ഏത്, അതിനാണ് ഹയസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. അപ്പോൾ ഇൻ കേസ് ഈ പ്രയോറിറ്റി എൻകോഡർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിൽ അറ്റ് എ ടൈം ഒരെണ്ണമാണ് ആക്റ്റീവ് ആവുന്നതെന്ന് പറഞ്ഞു. ചില സമയങ്ങളിൽ രണ്ടെണ്ണം ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ ഏത് എക്സിക്യൂട്ട് ചെയ്യും? രണ്ടും ഒരുമിച്ച് ആക്റ്റീവ് ആയാൽ രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് ഒന്നെന്ന് ഡിസ്പ്ലേ ചെയ്യിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം പ്രയോറിറ്റി ഉള്ളത് 1 ആക്കുക, അത് കഴിഞ്ഞിട്ട് ലോവർ പ്രയോറിറ്റി എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇവിടെ D2 D5 രണ്ട് ഇൻപുട്ട് രണ്ടും 1 ആണെങ്കിൽ D2ഉം D5ഉം 1 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഔട്ട്പുട്ടിൽ D2 D5ഉം കൂടി ഓൺ ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യും? ആദ്യം D5 ചെയ്യും, പ്രയോറിറ്റി കൂടിയ D5 ചെയ്യും, പിന്നെ ആയിരിക്കും D2 ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ പ്രയോറിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രയോറിറ്റി എൻകോഡർ. രണ്ടും കൂടി ഒരുമിച്ച് 2 ഡിജിറ്റ്സ് ഒരുമിച്ച് നമ്മൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഏതിന് ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നോ അത് ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് അടുത്തത് ലോവർ പ്രയോറിറ്റി ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പ്രയോറിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പ്രയോറിറ്റി എൻകോഡർ എന്ന് പറയുന്ന സർക്യൂട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ.